തൃശൂർ കൊടുങ്ങല്ലൂരിൽ ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച തടയണ നശിപ്പിച്ചതായി പരാതി. നഗരസഭയിലെ പെരുന്തോട് വാർഡിൽ MIT സ്കൂൾ പരിസരത്ത് കെട്ടിയ താൽക്കാലിക തടയണയാണ് അജ്ഞാതർ നശിപ്പിച്ചത്. തുടർച്ചയായ രണ്ടാം വട്ടമാണ് തടയണ നശിപ്പിച്ചതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. കനോലി കനാലും കാഞ്ഞിരപ്പുഴയുമായും ചേർന്ന് കിടക്കുന്ന പെരുന്തോട് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ പ്രധാന ജലസ്രോതസ്സാണിത്. പ്രദേശത്തെ കുടിവെള്ളക്ഷാമം മുൻനിർത്തി ജനുവരി മാസത്തിൽ തോട്ടിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് ഉപ്പുവെള്ളം കയറുന്നത് നിയന്ത്രിക്കുന്നത്. വാർഡ് വികസന സമിതിയുടെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ ഇത്തവണ നിർമ്മിച്ച തടയണ 2 തവണയാണ് ഇതിനോടകം അജ്ഞാതർ തകർത്തത്. സമൂഹത്തിന് ഇങ്ങനെ കെട്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഗുണമാണുള്ളത്. ആ ഗുണം കിട്ടരുതെന്ന് കരുതുന്ന കുറച്ച് ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ വന്ന് പൊളിക്കണാണ്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അജ്ഞാതർ ചേർന്ന് തടയണ ആദ്യം നശിപ്പിച്ചത്. വീണ്ടും തടയണ നിർമ്മിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ഇത് ആവർത്തിച്ചു. സംഭവത്തിന് പിന്നാലെ നാട്ടുകാർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകുകയും തടയണ വീണ്ടും നിർമ്മിക്കുകയും ചെയ്തു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രവൃത്തി മൂലം ഈ പ്രദേശവാസികളാണ് അതിന്റെ ദുരിതം അനുഭവിക്കുന്നത്. കാരണം അവരുടെ കിണർ ഉണ്ടെങ്കിൽ കിണറിലത്തെ വെള്ളത്തിന് ഉപ്പിന്റെ അംശം വരും. അതുപോലെ പല ചെറിയ പച്ചമുളക് അങ്ങനെയുള്ള ചെറിയ കൃഷികൾ നമ്മൾ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കും. 35,000 രൂപ ശരാശരി ചെലവിൽ ഓരോ തവണയും നിർമ്മിക്കുന്ന തടയണ വർഷകാലത്ത് പൊളിച്ചു കളയുകയാണ് പതിവ്. രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയാണ് ചിലർ തടയണ പൊളിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കുറ്റക്കാരെ ഉടൻ കണ്ടെത്തണമെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.